ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു. അമിത്ഷായെ കണ്ടതിന് പിന്നാലെയാണ് രാജി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ടി സജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, എന്താണ് ഈ ഒരു നീക്കത്തിന് പിന്നിലെ കാരണം? വിശദാംശങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ആര്യ. ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് വരുന്നത് ബീരേൻ സിംഗ് അവിടെ മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മണിപ്പൂർ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് വലിയധികം സമ്മർദ്ദത്തിലായിരുന്നു ബീരേൻ സിംഗിന്റെ രാജി പാർട്ടി നിർദ്ദേശപ്രകാരം എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. കാരണം അവിടെ കോൺഗ്രസ് അവിശ്വാസം സർക്കാരിനെതിരെ കൊണ്ടുവരാൻ നീക്കം ആരംഭിക്കുകയായിരുന്നു. ഈ അവിശ്വാസത്തിൽ പാർട്ടിയിലെ MLA-മാർ തന്നെ പിന്തുണച്ചേക്കുമോ എന്ന സൂചനയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രാജി എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്നലെ തന്നെ ബീരേൻ സിംഗ് മണിപ്പൂരിൽ നിന്നും ഡൽഹിയിലെത്തി JP നദ്ദയുമായി BJP അധ്യക്ഷൻ JP നദ്ദയുമായും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് ഗവർണറെ കണ്ട് അദ്ദേഹം രാജി സമർപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാനാവുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. മണിപ്പൂരിൽ നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ BJP-ക്കും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനുമൊക്കെ നേരിടേണ്ടി വന്നതാണ്. മണിപ്പൂർ സംഘർഷം അയവായി നിൽക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ പരാജയമാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരത്തെ ഉള്ളതാണ്. എന്തായാലും ബീരേൻ സിംഗിന്റെ രാജി അത് പാർട്ടി നിർദ്ദേശപ്രകാരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം രാജ്ഭവനിലെത്തി രാജി സമർപ്പിച്ചത്. അത് സംബന്ധിച്ച ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്ന് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കം നടത്തും. അതിൽ പാർട്ടിയിൽ BJP MLA-മാരടക്കം അതിൽ പിന്തുണയ്ക്കുമോ എന്ന ഭയം കൂടി ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൻ്റെ വിശദാംശങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ മണിപ്പൂരിലെ സംഘർഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കമാണ് ഈ ബീരേൻ സിംഗിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാവുന്നത്. തീർച്ചയായും നിർണായക നീക്കമാണ് ബീരേൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടി സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.